महागणपतिं मनसा स्मरामि महागणपतिं मनसा സ്മരാമി മഹാഗണപതിം. പ്രിയമുള്ളവരെ നമസ്തേ, ഞാൻ സുധാ സജി. ഇന്ന് ജൂൺ 1, ജ്ഞാനസമ്പാദനത്തിനായി സരസ്വതി ക്ഷേത്രത്തിലേക്കുള്ള നമ്മുടെ കുഞ്ഞിക്കുരുന്നുകളായ ഭാവിയുടെ പൊന്നോമനകളുടെ പ്രവേശനോത്സവം. ഇന്നത്തെ തിരക്കുപിടിച്ച ലോകത്തിൽ വേഗത്തിലുള്ള ആശയവിനിമയ മാർഗങ്ങളിൽ ഒന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഒരു കൊച്ചുകുട്ടിയുടെ അതേ കൗതുകത്തോടെ ഞാനും എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ അതിവിനയത്തോടെ സമർപ്പിക്കുന്നു. 20/5/2026 മലയാള മനോരമ പത്രത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ന്യൂസ് ക്യാപ്ഷനെ പറ്റി ഞാൻ എഴുതിയ ഡയറി കുറിപ്പാണ് ദ മിറർ എന്ന എൻ്റെ ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നത്. വാർത്ത ഇതാണ്: അടയ്ക്കാ വില ഇടിച്ച് ഇറക്കുമതി കള്ളക്കളി. ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ രവീന്ദ്രനാഥ് കൂനത്ത്. ഡീറ്റെയിൽസ് ചുരുക്കി വായിക്കാം. ഇറക്കുമതിയിലെ കള്ളക്കളി മൂലം അടയ്ക്കാ വില കുത്തനെ ഇടിയുന്നു. റോസ്റ്റഡ് അടയ്ക്ക മാത്രം ഇറക്കുമതി ചെയ്യാൻ ലൈസൻസ് ഉള്ള കേരളത്തിലെ ചില വ്യാപാരികൾ ആ ലൈസൻസിന്റെ മറവിൽ സാധാരണ അടയ്ക്ക ഇറക്കുമതി ചെയ്യുന്നുവെന്നാണ് ആരോപണം. ഇന്തോനേഷ്യയിൽ നിന്ന് ഇത്തരത്തിൽ അനധികൃതമായി എത്തുന്ന അടയ്ക്ക പ്രാദേശിക വിപണിയെ തകർക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആരോപണം തീർത്തും ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല മന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിപ്പെടേണ്ടതാണ്. നമ്മുടെ ഓരോ വോട്ടിനും വിലയുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും പ്രതികരണത്തിനും വാല്യൂ ഉണ്ട്. ബേസ്ഡ് on the Pan-India survey report, an ideal ministers are decisive and result-oriented action, transparency, integrity and visionary leadership. ഇതിൽ നിന്നെല്ലാം ഹൈലൈറ്റ് ആയിട്ടുള്ള മോസ്റ്റ് നീഡ്ഫുൾ ക്വാളിറ്റിയാണ് എംപതി ആൻഡ് നെറ്റ്വർക്കിംഗ് ബിൽഡിംഗ്. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാൻ 1 മണിക്കൂർ സമയം കണ്ടെത്തിയാൽ ഏറെക്കുറെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ ചുറ്റുമുള്ള പല മേഖലയിലുള്ള കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ പിന്നിൽ അവർ നേരിടുന്ന വിഭവമൂല്യ തകർച്ചയാണ്. അവർ സധൈര്യം മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ കാർഷിക മേഖല തളിർക്കുകയുള്ളൂ. ഏതൊരു ഐഡിയൽ ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കേണ്ടത് നാടിൻ്റെ നന്മയ്ക്കാണ്. ആ നന്മയുടെ നദി ഇവിടെ ഒഴുകണമെങ്കിൽ ഏതൊരു കരാർ ഒപ്പിടുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക, ഈ ഒരു പദവിയുടെ പിന്നിൽ ജനസമൂഹം ഹൃദയത്തിൻ്റെ ഭാഷയിലൂടെ സമർപ്പിച്ച വോട്ടെന്ന ശക്തിയാണെന്ന്. ഇലക്ഷന് തൊട്ട് മുമ്പുള്ള അനൗൺസ്മെൻ്റാണ് എനിക്ക് ഈ നിമിഷം ഓർമ്മ വരുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി ഞങ്ങളെ വിജയ സോപാനത്തിൽ എത്തിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ച് ഗവൺമെൻറ് പ്രാവർത്തികമാക്കുന്ന ഓരോ നയങ്ങളിലും ഈ പറയപ്പെടുന്ന ഹൃദയത്തിൻ്റെ ഭാഷയും സ്നേഹത്തിൻ്റെ ഭാഷയും എത്രമാത്രം നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. ഹെൽത്തി ക്രിറ്റിസിസത്തിന് എവിടെയും അക്സെപ്റ്റൻസ് സാധാരണ ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഡെമോക്രസിയിൽ ഓരോ പൗരനും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഒരിക്കലും പൊതുമുതൽ നശിപ്പിച്ചിട്ടല്ല പ്രകടമാക്കേണ്ടത്. മഹത്തായ നോൺ വയലൻസിലൂടെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ശ്രേഷ്ഠമായ പാരമ്പര്യത്തിൻ്റെ തലമുറക്കാരാണ് നമ്മൾ. ഈ കലിയുഗത്തിൽ സോഷ്യൽ മീഡിയ നമ്മുടെ നാടിൻ്റെ നന്മയിലേക്ക് നയിക്കാൻ ഏറ്റവും ശക്തമായ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോരുത്തരും ഷെയർ ചെയ്യുന്ന ആശയങ്ങൾ രാഷ്ട്രീയത്തിനും ജാതി വ്യവസ്ഥയ്ക്കും അതീതമായിട്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നന്മയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും പ്രകാശം പരക്കുകയുള്ളൂ. ഏതൊരു മികച്ച ഗവൺമെൻറ്റെയും ആത്യന്തിക ലക്ഷ്യം അവർ പ്രതിദാനം ചെയ്യുന്ന നാടിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരാനുള്ള നവീന പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലായിരിക്കണം. ഈശ്വരൻ്റെ പാദത്തിൽ ഹൃദയം പറ്റി നിൽക്കുന്നതാണ് ഭക്തി ലക്ഷണമെന്ന് ശ്രീ ശങ്കരാചാര്യ ഭാഷ്യം. അങ്ങനെയാണെങ്കിൽ ഉത്തമമായ ഗവൺമെൻറ്റിൻ്റെ പരമമായ ലക്ഷ്യം അവരിൽ അർപ്പിച്ചിരിക്കുന്ന സംശുദ്ധമായ ഹൃദയങ്ങളുടെ ഉന്നതിയാണ്.
സമാധാനത്തിലൂടെ കൈവരിക്കുന്ന വിജയം ചരിത്രം എപ്പോഴും സുവർണ ലിപികളാലാണ് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ സാർ നയിക്കുന്ന പുതിയ മന്ത്രിസഭയ്ക്ക് നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയിലും നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് നന്മയുടെ തൂവെളിച്ചം ചന്ദ്രകളഭം ചാർത്തിയുറങ്ങുന്ന ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയുന്ന നമ്മുടെ സ്വന്തം കേരളയിൽ അവിരാമം വീശാൻ സാക്ഷാൽ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഡയറി കുറിപ്പ് ഇവിടെ വിരാമമിടുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.